നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ പുതുക്കാട് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പട്ടാമ്പി സ്വദേശി റിജാസ് ആണ് മരിച്ചത്. റിജാസിനെ ബോധപൂർവം വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. റിജാസിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവതിയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചത്. അതായത് സംഭവം നടക്കുന്നതിന്, ഈ അപകടം നടക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ഈ പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ആളുകളും റിജാസും തമ്മിലൊരു വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ പിക്കപ്പ് വാഹനത്തിലുണ്ടായിരുന്നവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന റിജാസിനെ പിന്തുടരുകയും വാഹനം ഇടിച്ച ശേഷം പിന്നീട് സ്ഥലം വിടുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നത്. തമിഴ്നാട് സ്വദേശികളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവർ മദ്യപിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. ഇത് നമുക്ക് പരാതി കൊടുക്കാനുള്ളത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന് ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. ഇത് വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവർ മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളുമില്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. എന്താ സംഭവിച്ചെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്? കുട്ടി പറയുന്നു, ഇത്രേ പറയുന്നുള്ളൂ. പോരുമ്പോ വണ്ടി റോഡിലോട്ട് അവർ വെട്ടിച്ചു നോക്കുമ്പോ എന്നാ കാണിക്കുന്നതെന്ന് ഓടിക്കുന്ന ആള് ചോദിച്ചു. അത് പറ്റിയില്ല അവർക്ക്. അത്രേ ഉള്ളൂ. ആ കൊച്ചു പറയുന്ന ആ ഒരു കാര്യം മാത്രമേ കൊച്ചു ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് വണ്ടി ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിച്ചു. പ്രകോപനമായിട്ട് തന്നെ ചോദിച്ച്, അല്ലാണ്ട് ഇതെല്ലാം ചോദിച്ചു. അത് ആ അവന്മാർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ആ കുട്ടി എങ്ങനെ ചെയ്തത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ആ ദൃശ്യങ്ങൾ നമ്മൾ പൂർണ്ണമായും വ്യക്തതയോടുകൂടി കൊടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കാണിക്കാത്തത്, യഥാർത്ഥ വിഷ്വൽ കാണിക്കാത്തത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണത്. ഒരു വാഹനം, ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന റിജാസ് എന്ന യുവാവിനെ തൊട്ട് പിന്നാലെ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. പിന്നാലെ ആ റിജാസിൻ്റെ മുകളിലൂടെയാണ് വാഹനം കയറി ഇറങ്ങിപ്പോകുന്നത്. അതിന് തൊട്ട് മുൻപ്, അതായത് 10 മിനിറ്റ് മുൻപ് റിജാസും ഈ വാഹനത്തിലുണ്ടായിരുന്നവരും തമ്മിൽ ചില തർക്കമുണ്ടായിരുന്നു പറയുന്നു. ഈ 10 മിനിറ്റിനിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ അത് പിന്നീട് പകയാകുന്നു. 10 മിനിറ്റ് കൊണ്ട് പ്രതികാരം വീട്ടുന്നു. ഒടുവിലൊരു യുവാവിൻ്റെ ജീവനെടുക്കുന്നു. ഇതിപ്പോൾ ആ റിജാസിനൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതിയാണ്, അയാളുടെ സുഹൃത്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? കുടുംബത്തിൻ്റെ ആരോപണം എന്താണ്? ടോം, ഈ വിഷയത്തിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്, റൂറൽ SP-ക്ക്. അതിനുശേഷം നടപടികൾ തുടരുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം ഇതിലെ ദൃശ്യങ്ങൾ, മറ്റൊരു വാഹനത്തിൻ്റെ അതിൻ്റെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരമാണ് വളരെ കൃത്യമായി ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഒരു സംശയവുമില്ലാതെ തന്നെ പറയാൻ കഴിയും, ഇത് മനഃപൂർവ്വം ഇടിച്ച് വീഴ്ത്തി അത് കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തു എന്ന രീതിയിൽ തന്നെ നമുക്കത് ബോധ്യമാകും. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഏതായാലും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് കുടുംബം പറയുന്നത്. ഇതേ സംഭവം ഈ രീതിയിലാണ് നടന്നതെന്ന് റിജാസിനൊപ്പമുള്ള ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുമായിട്ട് ഈ വാഹനം, ഇത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഈ വാഹനത്തിൽ പോകുമ്പോൾ ഈ വാഹനം പിറകെ വരികയായിരുന്നു. ഈ വാഹനവുമായിട്ട് ഇവർ ബൈക്ക് അവർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ വേഗത്തിൽ വാഹനം ഓടിച്ചതിൽ തട്ടി വീഴുന്ന അവസ്ഥയുണ്ടാകുന്നത് അപകടകരമായ രീതിയിലാണ് എന്നതെല്ലാം തന്നെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് ശേഷമാണ് ഇവർക്ക് ഒരു വൈരാഗ്യം, അതിനുശേഷം ഒരു 10 മിനിറ്റ് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇവർക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ പിറകെ വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വാഹനം വളരെ വേഗത്തിൽ പിറകിൽ നിന്ന് വരുന്ന ഇവരെ തട്ടി വീഴ്ത്തിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു. ഇവർക്ക് മേലിലൂടെ വാഹനം കയറി പോകുന്നു. അതല്ലാതെ മറ്റൊരു സാധ്യതയും ആ നിരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേരെ ഈ വാഹനം ഇടിച്ച് വീഴ്ത്തിയതിന് ശേഷം അമിതമായ വേഗത്തിൽ തന്നെ വരുന്നു. ഒരു നിമിഷം ഇവർ തട്ടുന്നു. അതിനുശേഷം പിന്നീട് അതേപോലെ തന്നെ വേഗതയോടുകൂടി അത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. മറ്റൊരു തെളിവും ഇതിന് കൂടുതലായിട്ട് ആവശ്യമില്ല എന്ന് തന്നെയാണ്
അവ പിന്തുടർന്ന് വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു എന്നെല്ലാം നിസ്സംശയം പറയാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ നടപടികൾ വേണമെന്ന് കുടുംബം പറയുന്നു. കുടുംബത്തിൻ്റെ അവർ പറയുന്നത് പോലെ കുടുംബം പറയുന്നത് പോലെ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ മാത്രം മതി, ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിൽ ഇവർ പുറകെ വരികയും ഇടിച്ചു വീഴ്ത്തുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അത് നടത്തുകയും എല്ലാം ചെയ്ത് കടന്നു പോവുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ പ്രകോപനമോ മറ്റെന്തെങ്കിലും ആവാം, വാക്ക് തർക്കമോ ആവാം. പക്ഷെ അത് ഈ രീതിയിലല്ല കലാശിക്കേണ്ടത്. അത് ഇങ്ങനെ ഒരു ജീവനെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ നിരത്തിൽ ഇങ്ങനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് കടന്നു പോകേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവർ മദ്യപിച്ചിരുന്നതായ എല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ അടക്കമുള്ള മൊഴികളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഇത്, ഏത് സംഘമാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ ആണെന്ന് പറയുമ്പോൾ ഇത് എന്തിനാണ് ഈ പിക്കപ്പ് വാൻ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നത് എന്നതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അതേക്കുറിച്ചുകൂടി പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ നടപടികൾ വൈകാതെ ഉണ്ടാകണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇവിടെ ഒരു കൊല്ലപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതൊരു അപകട മരണം എന്ന രീതിയിലേക്ക് ഒരിക്കലും അതിനെ കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി, അത് അപകട മരണമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. അപകടകരമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും, പ്രത്യേകിച്ചും പൊതുനിരത്തിലാണ് ഏറ്റവും അധികം മനുഷ്യജീവനുകൾ പൊലിയുന്നത്. അത് അപകടം മാത്രമല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ, ബോധപൂർവം കൊലപ്പെടുത്തുന്ന സംഭവങ്ങളടക്കം ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം റോഡിലെ ചെറിയ തർക്കങ്ങൾ, ഹോണടിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചെറിയ തർക്കങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളായി മാറുന്നത്. അതായത് ചെറിയൊരു പ്രകോപനം ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കുന്നതിലേക്ക് നമ്മുടെയൊക്കെ ചില ആളുകളുടെ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ചില ആളുകളുടെ മനോഭാവം മാറുന്നു. അത്രയ്ക്കും ക്രൂരമായ രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം തന്നെ. പക്ഷേ ഇത്രയും സംഭവം മണിക്കൂറുകൾ കഴിഞ്ഞു. മണിക്കൂറുകളല്ല, ഇത് ഞായറാഴ്ച നടന്ന സംഭവമാണ്. ദിവസങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ 4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വാഹനം, അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാഹന ഉടമസ്ഥനെ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇത് അതിർത്തി കടന്നു പോയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, മറ്റെവിടെയെങ്കിലും ഇത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഈ വാഹനം സംസ്ഥാനത്ത് മറ്റേതെങ്കിലും രീതിയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് പലപ്പോഴും ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ, ഇവിടെ ഈ മാർക്കറ്റ് ആവശ്യങ്ങൾ, അതായത് ചരക്ക് നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെ വാഹനങ്ങൾ സ്വാഭാവികമായും വന്നു പോകാറുണ്ട്. പക്ഷേ ഇത്തരം ഒരു ചെറിയ ലോറി പതിപ്പുള്ള ഒരു വാഹനം വന്നു പോകണമെങ്കിൽ അത് പക്ഷേ ഈ വലിയ ഭാരം വഹിച്ചു കൊണ്ടുവന്ന് ഇവിടേക്ക് വരാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇവർ ഇവിടേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ സ്ഥിരമായി ഇവിടെ സർവീസ് നടത്തുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. പ്രത്യേകിച്ച് ദേശീയപാതയുടെ ആ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കടന്നു പോകുന്ന വാഹനങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ വാഹനങ്ങൾ പലപ്പോഴും തന്നെ റോഡിലെല്ലാം തന്നെ നമ്മൾ ഇത്തരം ആക്രോശങ്ങളും ബഹളങ്ങളും എല്ലാം തന്നെ പലപ്പോഴും കാണാൻ കഴിയും. അത് ഈഗോ മാറ്റിവെച്ച് വാഹനം ഓടിക്കുക എന്നത് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ. കാരണം ഇത് ആരുടെ വാഹനവും എപ്പോൾ വേണമെങ്കിലും തട്ടിമുട്ടിയെല്ലാം തന്നെ പോകാവുന്നൊരവസ്ഥയാണ്. എങ്ങനെ സൂക്ഷിച്ചാലും മറ്റൊരാളുടെ ഒരു സൂക്ഷ്മതക്കുറവോ ഒരു സൂക്ഷ്മക്കുറവോ എല്ലാം തന്നെ അപകടങ്ങൾക്കോ മറ്റു കാരണങ്ങൾക്കോ ഈ ഇത്തരം അസ്വാരസ്യങ്ങൾക്കോ കാരണമാകാം. അത് ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നും സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ആരുടെയെങ്കിലും തെറ്റാതെ ഒന്ന് മനസ്സിരുത്തി വിലയിരുത്തിയാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ സംസാരമൊന്നുമില്ല, എങ്ങനെയും ആശുപത്രിയിൽ എത്തിയാൽ മതി എന്നൊരു വ്യഗ്രത അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം തന്നെ എല്ലാവരിലും ഉണ്ടാകുകയുള്ളൂ. ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യുക, വലിയ രീതിയിലേക്ക് ആക്രോശമുണ്ടാകുക, ഈ നിരത്തുകൾ ഈ രീതിയിലുള്ള കൊലവിളികളായി അവശേഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ. ഇതിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിലും പ്രതികളെ വൈകാതെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരമൊരു സംഭവം ഒരു 4 വർഷം മുൻപ് മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറം മഞ്ചേരിയിൽ ഒരു മുൻ നഗരസഭാ
കൗൺസിലറെ കൊലപ്പെടുത്തിയ സംഭവം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇന്നലെയാണ് ആ കേസിൽ വിധി വന്നത്. അതായത് ചെറിയൊരു പ്രകോപനത്തെ തുടർന്നുള്ള കൊലപാതകം. ഇപ്പോൾ ആ കേസിൽ ഇന്നലെ ആ കേസിലെ 4 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഓർക്കുക, നമ്മുടെ ഒരു പെട്ടെന്നുള്ള പ്രകോപനങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായും ഇത്തരം കേസുകളിൽ എന്നെങ്കിലും പിടിക്കപ്പെടും, പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ചെറിയൊരു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ 3 പേർക്കാണ് മലപ്പുറം മഞ്ചേരിയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഈ കേസിലും ഈ തൃശ്ശൂർ ഈ യുവാവിനെ വാഹനം ഓടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ പോലീസിന് കഴിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.